ട്രേഡിംഗ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ചെറിയ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് സൈക്കോളജിക്കൽ ലെവൽസ് അല്ലെങ്കിൽ PSY ലെവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് വെച്ചു. എന്താണ് സൈക്കോളജിക്കൽ ലെവൽ എന്ന് നമുക്കൊരു മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ. PSY ലെവൽസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് റൗണ്ട് നമ്പേഴ്സിനെയാണ്, അതായത് ഓരോ 500 പോയിന്റ്സിനിടയിലും ഫോം ആകുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ PSY ലെവൽസ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ആകുന്ന ഒരു ലെവൽസ് ആണ്. സൈക്കോളജിക്കൽ ലെവലിന്റെ അടുത്തൊരു മാർക്കറ്റ് വന്നു കഴിയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. ഇനി ബ്രേക്ക് ചെയ്താൽ വളരെ വലിയൊരു മൂവ്മെന്റ് തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. സൈക്കോളജിക്കൽ ലെവൽസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. സൈക്കോളജിക്കൽ ലെവൽസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് 24000, 24500, 25000 ഇങ്ങനെ പറയുന്ന കുറച്ച് നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് വളരെയധികം സോളിഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. സൈക്കോളജിക്കൽ ലെവൽസിലായിരിക്കും കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും അതേപോലെ തന്നെ കൂടുതലും ഓർഡേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽസ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ആകുന്നതാണ്. ഇൻഡെക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈക്കോളജിക്കൽ ലെവലിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ട്രേഡ്. സൈക്കോളജിക്കൽ ലെവലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും സൈക്കോളജിക്കൽ ലെവലിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് PSY, ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൊണ്ടുവരുന്നതാണ്.